ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി ഹാപ്പി വ്ളോഗാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണേ. നമ്മൾ ശരിക്കും കണ്ണൂർ വന്നതിന് ശേഷം ഒരു 6 ഇയേഴ്സായിട്ട് നമ്മുടെ ന്യൂ ഇയർ എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. ഭയങ്കര അങ്ങനെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, അതുകൊണ്ട് തന്നെ കുറേ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇപ്രാവശ്യം ക്രിസ്മസിനോടൊപ്പം തന്നെ ന്യൂ ഇയറും ട്രിവാൻഡ്രത്ത് തന്നെ ആഘോഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. നമ്മൾ നാളെ ഈവനിങ്ങുള്ള ട്രെയിനിലാണ് പോകുന്നത് കണ്ണൂരിൽ നിന്ന്. അപ്പോൾ നാളെ പകൽ പാക്കിങ്ങിനോ അങ്ങനെ ഒന്നും സമയം കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും പോകുന്നതിൻ്റെ അന്ന് ഭയങ്കര ധൃതി പിടിച്ച് ഓടിയാണ് കേട്ടോ പോകുന്നത്. ഇപ്രാവശ്യം അതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പാക്ക് ചെയ്യാനുള്ളതും പിന്നെ വീട് ഒതുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ഐറ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പം അതിൽ മുഴുവൻ ഫുള്ള് പൊടിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളെല്ലാം ഭയങ്കര നീറ്റാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് കണ്ണൂർ ടു ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ട്രെയിനിൽ തന്നെ ഏകദേശം ഒരു 10 ഹവറിന് മേലെ യാത്രയുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ രാത്രിയിലാണ് കേട്ടോ പോകുന്നത്. രാത്രിയിലാകുമ്പോൾ കുറച്ച് നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ഉറങ്ങി എണീറ്റ് ഏകദേശം രാവിലെ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തും. അതുകൊണ്ടാണ് കേട്ടോ നൈറ്റ് പോകുന്നത്. പകലാകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്തിന് അങ്ങനെ ട്രെയിനിൽ നിന്നൊന്നും അങ്ങനെ മറ്റ് സംഭവങ്ങളൊന്നും കഴിക്കാനൊന്നും മേടിക്കാറില്ല കേട്ടോ. ഇടയ്ക്കിങ്ങനെ കഴിക്കാനായിട്ടുള്ള കുറച്ച് സ്നാക്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഒന്നുകിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാനുള്ള സംഭവം എന്തെങ്കിലും മേടിച്ചിട്ട് പോകാറാണ് ചെയ്യാറ്. പോകുന്ന ദിവസം രാവിലെയൊക്കെ സാധാരണ കുറച്ച് റിലാക്സ് ചെയ്ത് നിൽക്കും കേട്ടോ. പിന്നെ ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് രാവിലെ തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പോകാറാകുമ്പോഴത്തേക്കും കുറച്ച് ധൃതി പിടിച്ച് പോകേണ്ട അവസ്ഥയാവുമേ. കുറച്ച് തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഇലയുടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന്. പിന്നെ കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നേ, അങ്ങനെ കുറച്ച് പഴംപൊരിയും ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഇലയുടെയും ഉണ്ടാക്കി കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴും ഇവിടെ എനിക്ക് അധികം ഉപയോഗിക്കാൻ വേണ്ടാത്ത സാധനങ്ങൾ കുറേശ്ശെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവെക്കും കേട്ടോ. അല്ലെങ്കിൽ അവസാനം ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും കുറേ സാധനം ഉണ്ടാവും വീട്ടിലേക്ക് ലഗേജായിട്ട് കൊണ്ടുപോകാനെന്നറിയാം. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും എനിക്ക് അധികം വേണ്ടാത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി വെക്കും കേട്ടോ. ഹൈറ രാവിലെ തന്നെ ഭയങ്കര സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അപ്പച്ചൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ഓരോ പ്രാവശ്യം ഇങ്ങനെ അമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ വീട്ടിലെ ലൈറ്റ് ഇട്ടിരിക്കുന്നതും സ്റ്റാർ ഇട്ടിരിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ട് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പച്ചി എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് ലിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ വേറെ സെപ്പറേറ്റ് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ആക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്തിന് ഫുഡ് എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വൃത്തിക്ക് കഴിക്കാനും പറ്റത്തില്ല. പിന്നെ ഫുള്ള് വേസ്റ്റായി പോകും കേട്ടോ. പിന്നെ ഫുഡെല്ലാം കൊണ്ട് കളയുമ്പോഴത്തേക്കും മനസ്സിന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പോകുന്ന ദിവസം അങ്ങനെ സെപ്പറേറ്റ് കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കാറില്ലേ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പണി തന്നത് ഫ്രിഡ്ജായിരുന്നു കേട്ടോ. നമ്മൾ ഫുള്ള് കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് പോയത്, പക്ഷെ അടച്ചാണ് കേട്ടോ വെച്ചിരുന്നത്. പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് പൂപ്പൽ കയറിയിട്ട് മോശമായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ പോകുന്നതിൻ്റെ തലേദിവസം തന്നെ ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഫുള്ള് കൂളിംഗ് എല്ലാം പോയിട്ട് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് നല്ല തുടച്ച് വൃത്തിയാക്കി അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. പണി തരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിൽ ഇൻഡക്ഷൻ ബേസ് അല്ല, അതിലാണ് കേട്ടോ ഇലയുടെ ഉണ്ടാക്കുന്നത്, തട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ചു, കുറച്ചായപ്പോഴത്തേക്കും ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. പിന്നെ പുതിയത് എടുക്കാൻ പോകാനൊന്നും ടൈമില്ലേ. അവസാനം പിന്നെ എൻ്റെ ഒരു
ചട്ടി പോലെ ഇങ്ങനെ അരി വാർക്കുന്ന പാത്രമില്ലേ, അങ്ങനെ അതെടുത്തിട്ട് അടിയിൽ വേറൊരു പാത്രം വെച്ച് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആവി കയറ്റിയിട്ട് അങ്ങനെ ആ ഒരു തട്ട് വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. അങ്ങനെ ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ കുറച്ച് വാങ്ങിയതിൽ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാം പാക്ക് ചെയ്തെടുത്ത് കുടിക്കാനുള്ള വെള്ളം വരെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. മാക്സിമം വീട്ടിൽ പോകുന്ന സമയത്തിന് സിമ്പിളായിട്ട് പോകാൻ നോക്കിയാലും ഓരോന്നോരോന്ന് പെറുക്കി വെച്ച് പിന്നെ അവസാനമാകുമ്പം ബാഗുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരും കേട്ടോ. എല്ലാ പ്രാവശ്യവും പോകുമ്പം ഒരു 2 ബാഗൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം 3 ബാഗും പിന്നെ ഹാൻഡ് ബാഗും പിന്നെ ഐറയുടെ കയ്യിൽ ഐറയ്ക്ക് എഴുതാനായിട്ടുള്ള ബുക്കും സ്കെച്ച് പെന്നെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ട് അത് തിരിച്ചു വെക്കുന്നില്ല കേട്ടോ. അപ്പച്ചൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഐറയ്ക്ക് പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾക്ക് ഒരു മൈൻഡും ഇല്ല. അങ്ങനെ അവൾക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് കയ്യിലെടുത്തിട്ടേ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലെ നാട്ടിലോട്ട് പോകുമ്പോഴൊക്കെ 2 വീലർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കേട്ടോ പോകാറ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് അതെടുത്ത് ഇങ്ങ് വരാമല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഒരു 2 വീക്സ് ലീവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെക്കുന്നില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ബസ്സിൽ പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. ആകെ 2 ബാഗിലേ ഉണ്ടാവുള്ളൂ. അടുത്ത് തന്നെ ബസ്സിൻ്റെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അവസാനം എല്ലാ സാധനങ്ങളും പെറുക്കി വെച്ച് ബാഗിൻ്റെ എണ്ണവും കൂടി പിന്നെ സമയവും പോയി. അങ്ങനെ ആയപ്പോഴത്തേക്കും നേരെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അതിൽ കയറി കേട്ടോ. പിന്നെ റിക്ഷയിൽ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ കയറി കേട്ടോ, വീട്ടിലത്തേക്ക് അച്ചാർ മേടിക്കാനായിട്ട്. ഇവിടെ കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ അല്ലേ ഈന്തപ്പഴ അച്ചാർ, നമുക്ക് അവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഒരിക്കൽ വാങ്ങിയിട്ട് പോയിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഇപ്രാവശ്യം നമ്മളങ്ങനെ മാർക്കറ്റിൽ കയറി വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. ക്രിസ്മസ് അടുപ്പിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറേ സമയം ഇങ്ങനെ ബ്ലോക്കിലൊക്കെ കിടന്ന് അങ്ങനെയാണ് എത്തിയത്. മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാനും അങ്ങനെ എല്ലാം ഭയങ്കര അടിപൊളി, നല്ല കളർഫുള്ളും ലൈറ്റനിങ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ട്രെയിൻ എല്ലാ പ്രാവശ്യവും ലേറ്റായിട്ടാണ് കേട്ടോ വരാറ്. ഒരു 10 മിനിറ്റ്സ് എങ്കിലും ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കൊരു 3-3:15 ആവുന്ന ടൈമിന് ഇറങ്ങണമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ പാക്കിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഐറയായിട്ടെല്ലാം ഇറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടാവേ. 3:30-3:45 ആ ഒരു ടൈമാവും. പിന്നെ വേഗം നമ്മുടെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ പിന്നെ കുറച്ച് സമയം ഇരുന്ന് റിലാക്സേഷനാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തിന് ഷെറിച്ചൻ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നാളെ അവിടെ പോയിട്ട് എന്താ ശരിക്കും പരിപാടി എന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട്, സ്വസ്ഥമായിട്ട് വീട്ടിലെത്തിയിട്ട് എൻ്റെ ബെഡിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, അതിനാണ് പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ സത്യമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബെഡിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ആ ഒരു ഹാപ്പിനെസ് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നതേ എൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ആദ്യം കുറേ സമയം ഐറ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഐറയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാഷ് ബേസിൻ ഒരിക്കൽ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം, ബാത്റൂമിൽ പോകണം, വാ കഴുകണം, മുഖം കഴുകണം, ഇതൊക്കെയാണ് കേട്ടോ സ്ഥിരം പരിപാടി. വെള്ളം എവിടെ കണ്ടാലും ഇപ്പോഴും അതിൽ നിന്ന് വിട്ട് മാറത്തില്ല കേട്ടോ. എന്തോ ഭയങ്കര അഡിക്റ്റാണേ. മുന്നേയൊക്കെ ട്രെയിനിൽ കയറുന്ന സമയത്തിനാണെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഐറയെ മാക്സിമം ആ ഏരിയ കാണിക്കാതെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ടാവുമേ. നമ്മൾ 5 മണിക്ക് ട്രെയിനിൽ കയറി ഒരു 9-9:30 ആ ഒരു ടൈം വരെയൊക്കെ നമ്മുടെ കയ്യിലുള്ള സ്നാക്സും അങ്ങനെയൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഫുള്ള് ഇങ്ങനെ പുറമേയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഒരു 10 മണിയൊക്കെ ആവുന്ന ടൈമിനൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി മേടിച്ചിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ ബിരിയാണിയെക്കുറിച്ച് പറയുവാണെങ്കിൽ തുറന്നപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. മണമുണ്ട്, രുചിയില്ല, ആ ഒരു ലെവലായിപ്പോയി കേട്ടോ ബിരിയാണി. പക്ഷേ ഉണ്ടല്ലോ ടേസ്റ്റ് കുറവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബിരിയാണി തന്നെ 2 പേർക്ക് കഴിക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഐറ കുറച്ച് സമയം ഒരു ഡിസ്റ്റർബും ഇല്ലാതെ കുറേ സമയം ഇങ്ങനെ ഉറക്കമായി കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാണ് ആൾ ശരിക്കും പറഞ്ഞാൽ ടെററായത്. ഇറങ്ങാം,
അങ്ങനെ സ്റ്റോപ്പായി ഇറങ്ങാം ഇറങ്ങാം അങ്ങനെയുള്ളൊരു മൈൻഡായിപ്പോയി കേട്ടോ. ഇല്ല ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുവിധം ആളെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചു. ട്രിവാൻഡ്രം ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അലാറം ഒന്നും വെക്കാറില്ല കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ സമാധാനത്തിലിരിക്കെ ഒരുവിധം ഇറങ്ങാനുള്ള തിരക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ട് സമാധാനത്തിലാണ് കേട്ടോ ലഗേജൊക്കെ കൊണ്ട് ഇറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അതിൻ്റെ ചെയിനൊന്ന് ഇളകിപ്പോയി കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് അത് കടിച്ചിട്ടൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ആക്കിയൊക്കെ വെച്ചു കേട്ടോ. ഇപ്രാവശ്യം ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ സൈഡ് ലോവറും സൈഡ് അപ്പറുമാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്പേസ് ഉള്ള പോലെ തോന്നും കേട്ടോ. സൈഡ് ലോവർ അയറയും കൂടെ ഉള്ളത് നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഏത് സീറ്റായാലും പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സൈഡ് ലോവർ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് കിടക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ട്രെയിനിൽ എത്ര തന്നെ ഉറക്കം വന്നാലും നമ്മൾ വീട്ടിൽ ഉറങ്ങുന്ന പോലെയൊന്നും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ശരിക്കും പറഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് ഇമോഷൻസ് ആണ് കേട്ടോ. എപ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ്, വീട്ടിൽ പോകുന്നല്ലോ എന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ കണ്ണൂരിലേക്ക് വരുന്നതും ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇതേ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ ശരിക്കും സാഡാണ് കേട്ടോ, ഇവിടെ നിന്ന് പോകുന്നല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ്സും ആണ് എന്നാൽ സാഡും ആണ്. വരുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന കാര്യം ഓർക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്തിന് കയറിയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെറിച്ചന് കോഫി കുടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അങ്ങനെ അവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ കുടിച്ചത്. പക്ഷെ 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കോഫി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അയറയാണെങ്കിൽ ഒരു ഫ്രൂട്ടിയൊക്കെ മേടിച്ച്, ആൾക്ക് പിന്നെ ചായയോ കോഫി അങ്ങനത്തെ ഒന്നും വേണ്ട, ജ്യൂസിൻ്റെയൊക്കെ ആളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇത് ബസ് സ്റ്റാൻഡിലോട്ട് പോയേ. അവിടെ നിന്ന് ഫാസ്റ്റ് ബസ്സിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഏകദേശം വീട്ടിൽ എത്താറായപ്പോഴത്തേക്കും ഒരു 5:30 ആ ടൈമായി കേട്ടോ. വീട്ടിലേക്ക് ഇതാ ഇങ്ങനെ എത്തുന്നതാണ് കേട്ടോ കാണുന്നത്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ വീടിൻ്റെ ലൈറ്റും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അയറയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ കണ്ടിട്ട്. ഗേറ്റ് തുറക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അപ്പയും ഉറക്കമാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഫോണിലൊന്നും വിളിക്കാൻ പോയില്ലേ. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ലോക്കൊക്കെ തുറന്ന് ഉള്ളിൽ കയറി. ടോമിക്ക് നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ ടോമി അങ്ങനെ കുരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ആള് സൈലൻ്റ് ആണ്. നല്ല തണുപ്പാണ് കേട്ടോ വെളുപ്പിന്. ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും തണുപ്പുണ്ട് കേട്ടോ. കണ്ണൂരായിരുന്നപ്പോൾ അവിടെയാണ് നല്ലോണം തണുപ്പുണ്ടായിരുന്നെന്നാണ് കേട്ടോ വിചാരിച്ചേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ട് അതിൻ്റെ ഇരട്ടി തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. സാധാരണ മുൻപ് വർഷങ്ങളിലൊന്നും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പം ഇത്രയും തണുപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കുറേ ക്ലൈമറ്റൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അയറ ഭയങ്കര സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആണ്. ഓടി വന്ന് ഭയങ്കര ലൈറ്റൊക്കെ കണ്ട ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. പപ്പയും അമ്മയൊക്കെ വന്നു. പപ്പ ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, വന്ന അയറയൊക്കെ എടുക്കുന്നുണ്ട്. അയറയ്ക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ് കേട്ടോ. സോഫയിൽ കയറുന്ന, ദിവാനിൽ കയറുന്ന, ചാടുന്ന, തുള്ളുന്ന, മറിയുന്ന, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ആളെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്നും ഇരിക്കുന്നൊന്നും ഇല്ലേ. ഫുള്ള് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. കണ്ണൂർ നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഒരു സൈലൻ്റ് മൂഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആൾ ഹാപ്പിയൊക്കെയാണ്. പക്ഷെ എന്നാൽ കൂടി അവൾക്ക് ശരിക്കും ജീവൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീട്ടിൽ വരുമ്പോൾ ആണേ. അമ്മ നേരെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയി കേട്ടോ. ഷെറിച്ചനാണെങ്കിൽ 2-3 ദിവസമായിട്ട് കുറച്ചിങ്ങനെ കോൾഡൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വെളുപ്പിന് റിക്ഷയിൽ നിന്ന് ഇറങ്ങി നമുക്കിങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ആ തണുപ്പത്തൊക്കെ കൂടെ വന്നപ്പോൾ തൊണ്ടയൊക്കെ വല്ലാണ്ടായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നേ. വന്നപാട് ലഗേജൊക്കെ വെച്ചിട്ട് ഞാൻ ആ സോഫയിൽ കയറി അങ്ങനെ ഇരുന്ന് കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷമേ ഇങ്ങനെ അടുത്ത ഇതിലോട്ട് അങ്ങനെ പോകാറുള്ളൂ കേട്ടോ. വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് സമയം ഇരുന്ന് അതിങ്ങനെ റിലാക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് റൂമിലോട്ടൊക്കെ പോയി
അവിടെ പിന്നെ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് കേട്ടോ വന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ പരിപാടികളൊക്കെ. അമ്മയും പപ്പയും ആ സമയമായപ്പോഴത്തേക്ക് ഐറയും കൊണ്ടിങ്ങനെ തണുപ്പാണെങ്കിൽ കൂടി പുറത്ത് നിന്ന് കേട്ടോ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ഐറ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് പപ്പേരോടൊക്കെ സംസാരിച്ചു കേട്ടോ, ഇത്രയൊക്കെ ഇടണമായിരുന്നോ, കുറച്ച് പോരായിരുന്നോ ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പപ്പ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുറവാണ്, അടുത്ത ക്രിസ്മസിന് ഇതിനേക്കാളും കൂടുതൽ ഇടണമെന്നാണ് കേട്ടോ പറയുന്നത്. പപ്പയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഇടുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാ ക്രിസ്മസിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ക്രിസ്മസ് ആവുന്നതിന് മുന്നേ തന്നെ ഫുള്ളിങ്ങനെ ഡെക്കറേഷൻ പരിപാടികളും ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഈ ലൈറ്റൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോ ഡിസൈനൊക്കെ പറഞ്ഞാലോ മോഡലൊക്കെ പറഞ്ഞാലോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. പപ്പയുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യത്തുള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കുറേ സെറ്റ് ഇങ്ങനെ പോയി മേടിക്കുക. ഒരുപാടുണ്ട് ബൾബ് ഈ ലൈറ്റ് കളറിൻ്റെയൊക്കെ. പക്ഷേ എന്നാൽ കൂടി ഓരോ പ്രാവശ്യം ഓരോ ക്രിസ്മസ് ആകുമ്പോഴും വീണ്ടും ഒരു 10-20 സെറ്റ് കൂടെ ഇങ്ങനെ മേടിച്ച് വെച്ച് അങ്ങനെ ഓരോ പ്രാവശ്യവും കൂടുതൽ ലൈറ്റ് ഇടുകയാണ് കേട്ടോ. കുറേയൊക്കെ വീടിൻ്റെ ടെറസിൻ്റെ മേലേന്ന് വെച്ചാൽ 4 ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന മരങ്ങളിലും തെങ്ങിലും ഒക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദൂരേന്ന് വരുമ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ അടുത്ത് വരുമ്പോൾ അത്ര അങ്ങ് നമ്മൾ ദൂരേന്ന് കാണുന്ന അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നുന്നില്ലേ. പക്ഷെ നമ്മളിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ വരുന്ന സമയത്തിന് ദൂരേന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഹൈറയാണേലും വന്ന പാടെ തന്നെ കയ്യിലുള്ള സ്കെച്ചും പെന്നൊക്കെ എടുത്ത് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ ചർച്ചയിൽ പോയ സമയത്തിന് ഹൈറയ്ക്കൊരു ഹെയറിൽ വെക്കാനായിട്ടൊരു ബോയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും കയ്യിൽ വെച്ച് ആളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറേ സമയം ഇങ്ങനെ യാത്രയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. ഹൈറ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ലൈറ്റും സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ അവൾക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പപ്പ ഇങ്ങനെ ഇവളെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ 2 വലിയ പൂച്ചയുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം ഇപ്പം പ്രസവിച്ചിട്ട് 2 കുട്ടികളുണ്ടായിരുന്നേ. 2 നല്ല അടിപൊളി ബേബീസാണ് കേട്ടോ. ഒരെണ്ണം വൈറ്റും ആയിരുന്നു, ഒരെണ്ണം പിന്നെ അതിൻ്റെ അമ്മയെ പോലെ തന്നെയായിരുന്നേ. പക്ഷേ ഇപ്പം ആ കുഞ്ഞ് ബേബീസിൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഈ വീട്ടിലെ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പപ്പയാണ് കേട്ടോ. ആടായാലും പട്ടിയായാലും പൂച്ചയായാലും അങ്ങനെയൊക്കെ. അങ്ങനെ വീട്ടിലെ പൂച്ചയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂരും ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന പൂച്ചയെക്കുറിച്ചുള്ള കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നേ. സൗണ്ട് കേട്ടത് നേരെ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് ഓടിയതാണ് കേട്ടോ. പക്ഷേ ഗേറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ട്രെയിൻ പോയി. രാവിലെ മഞ്ഞത്തിങ്ങനെ നടന്ന് വന്നിട്ട് ശരച്ചനാണെങ്കിൽ കോൾഡ് വന്നിട്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചൂട് ചായയൊക്കെ കുടിച്ചപ്പം ആളൊരു ഇതിങ്ങനെ അങ്ങനെ ഒരുവിധം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലോട്ട് വരും കേട്ടോ. തലേദിവസം തന്നെ നമ്മൾ വരുന്നത് കൊണ്ട് തന്നെ അമ്മ എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുകയും. പക്ഷേ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച മുന്നേ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ബെഡ്ഷീറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലൊക്കെ നേരത്തെ ആണെങ്കിൽ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ മേടിച്ചിട്ടിരുന്നത്. ഇതാദ്യമായിട്ടാണ് എലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് മേടിച്ചത്. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഐറയ്ക്കും ഇങ്ങനെ പുതിയ ഡ്രസ്സും പുതിയ ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ വിരിക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ആ സന്തോഷത്തിൽ കിടന്ന് ചാടി മറിയുവാണ്. അത് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന് എല്ലാവരെയൊക്കെ കണ്ട് അങ്ങനെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബെഡിനേക്കാളും ഒരല്പം വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇങ്ങനെ ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ടായില്ലേ. ഒരല്പം സൈസ് കൂടിപ്പോയി വാങ്ങി. ഇപ്പോൾ ഉള്ള ചെറിയ പൂച്ചകളിൽ ഒരാൾ ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 2 കുഞ്ഞി പൂച്ചകളുണ്ടായിരുന്നെന്ന്. പക്ഷേ ഇപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഒരാളാണെങ്കിൽ നേരത്തെ പപ്പ ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നേ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങനെ മരിച്ചുപോയി കേട്ടോ. അങ്ങനെ പപ്പയ്ക്കും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ദിവസം ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടു പോകത്തില്ലല്ലോ. അങ്ങനെ കുറേ ദിവസം വിഷമമൊക്കെ ആയിരുന്നു.
ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ അന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ മോർണിംഗ് ക്രിസ്മസിന് മുന്നേ ഉള്ള സൺഡേ ആണ്. അപ്പോൾ ലേലം ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. അങ്ങനെ പപ്പ ഞങ്ങളൊക്കെ പോയത് കൊണ്ട് തന്നെ ലേലം വിളിച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നൊങ്കും പിന്നെ പനങ്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മാതള നാരങ്ങ, പിന്നെ ഈ മറ്റേത് കാണുന്നത് പനങ്കിഴങ്ങ് കേട്ടോ. അതിൻ്റെ സീസണിലൊക്കെ മാത്രമേ കിട്ടാറുള്ളൂ. ഞാനിത് ലാസ്റ്റ് ടൈം കഴിച്ചത് ഐറെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങൾ എപ്പോഴൊന്നും കിട്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലേലത്തിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നൊങ്ക് കണ്ടപ്പോഴത്തേക്ക് ഐറയ്ക്ക് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, കുറച്ച് നല്ല വെയിറ്റ് ഉണ്ടേ. അങ്ങനെ അതിനെ ഇങ്ങനെ വലിച്ചൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ പപ്പ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് നൊങ്കൊക്കെ വെട്ടി തന്നു കേട്ടോ. പിന്നെ 2 കരിക്ക് വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വെട്ടി തന്നിട്ടുണ്ടായിരുന്നേ. ഐറയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് വേറെ എക്സ്ക്യൂസുകളൊന്നും ഇല്ല കേട്ടോ. അത് അപ്പം തന്നെ ചെയ്ത് കൊടുക്കുവേ. നമ്മളൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാണ്. പക്ഷേ ഐറയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നോ എക്സ്ക്യൂസസ് ആണ്. അപ്പം തന്നെ എപ്പോൾ റെഡി എന്ന് ചോദിച്ചാൽ മതി. ഇനി ഞാൻ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നില്ല കേട്ടോ, നമുക്ക് കണ്ടു നോക്കാം. അത് കരിക്കും കൂടെ അതിൽ ഇളക്കി ഇട്ടിട്ട് ഓടിച്ചൂടെ? അമ്മയ്ക്കും തരുമോ? ഒരെണ്ണം ഞാൻ കുടിക്കും. കൊണ്ട് ഞാൻ വെട്ടണം, പിടിച്ചിരിക്കുന്നില്ല, മനസ്സിലായി. ഇത് കാലോടൊപ്പം ഇരിക്കുന്നു, മാന്തി ഇട്ടിട്ട്. അത് ഈ കാല് ശരിയാവൂല, ഇത് കട്ടിയായിരിക്കും. സത്യം 250 രൂപ 1 കിലോ ഇത് നാടൻ കോഴി. പനങ്കിഴങ്ങ ഇന്ന് ലേലമല്ലേ പള്ളിയില്. പനങ്കിഴങ്ങല്ലേ. ഇത് നല്ലോണം വേവിക്കണം, വേവിച്ചിങ്ങനെ കടിച്ച് കഴിച്ചിട്ടുണ്ട്. അതും വാങ്ങിയത് ഇന്ന് ലേലത്തിന്. മാതള നാരങ്ങ, പിന്നെ വെണ്ടയ്ക്ക, ചുമന്ന വെണ്ടയ്ക്ക, നാടൻ ഓറഞ്ച് ജ്യൂസ്. തുടങ്ങി ഇവിടെ പരിപാടി. എന്തോ കേട്ടില്ലെന്ന്. പാലും ഓറഞ്ച്, വേറെ ഒന്നും ഇട്ടില്ലേ അതിൻ്റെ അകത്ത്? പഞ്ചസാര ഇട്ടാ? അങ്ങനെ ഓറഞ്ച് കണ്ടപ്പോൾ ഇറക്കി ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. കുറച്ച് പഴയ ഇങ്ങനെ കുഞ്ഞു ചെറിയ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലങ്ങനെ ഉള്ള ചെടിയൊക്കെ നശിച്ചു പോയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതിലിരുന്ന മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാം നട്ടു കൊടുത്തേ. ഇവിടെ ഇല്ല, പക്ഷെ പിറകെ നിപ്പുണ്ടെന്ന് പറയാം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഷെർച്ചിന് നല്ലോണം പനിയായി കേട്ടോ. പനിയും നല്ലോണം ജലദോഷം, അങ്ങനെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വേഗം ചെടിയൊക്കെ നട്ടു വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. കുഞ്ഞമ്മ വന്നിട്ടാണെങ്കിൽ ഐറയെ അനുനയിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടത്തി കേട്ടോ. പക്ഷെ ആള് തീരെ പോകുന്നുണ്ടായിരുന്നില്ലേ. അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ഐറ, അപ്പയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ ഐറ. ഐറയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ തരട്ടെ? ഐറയ്ക്ക് പനിയില്ലേ? അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഒരു 2-3 പേഷ്യൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഷെർച്ചിൻ്റെ ക്ഷീണമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ IV ഇടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് പോയത്.
പക്ഷേ ഡോക്ടർ നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ട്രിപ്പ് പോട്ട് ഇഞ്ചക്ഷനും എടുത്ത് അങ്ങനെ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് പോയതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞ് കേട്ടോ, നല്ലോണം ഇരുട്ടി 7, 7:30 ആയെന്ന് തോന്നുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ യാത്രയും വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്കപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.